അപ്പോൾ മലപ്പുറം ജില്ലാ കലയംഗത്തിൻ്റെ പ്രസിഡൻ്റാണെന്ന് അറിയുന്നു. അത് മാത്രമല്ല ഒത്തിരി സീനിയർമാരുടെ കൂട്ടത്തിൽ ഒരു കുറച്ച് അതിൽ താഴോട്ടുള്ള ഒരു യുവാവിനെ കാണുന്നു എന്നർത്ഥം. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ജനറേഷനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഗുരുക്കന്മാരെ പരിചയപ്പെട്ട കാലം മുതൽ ഇങ്ങനെ കലയംഗം ഇങ്ങനെ വന്നപ്പോഴേ എന്താണെന്നുള്ളൊരു ആശങ്ക നമുക്കറിയില്ലായിരുന്നു. കലയംഗത്തെ കുറിച്ചിട്ട് പിന്നെ ഇത്രയും സീനിയറിറ്റി ആയിട്ടുള്ള ഗുരുക്കന്മാരാണ് 3 ഉസ്താദുമാർ. പക്ഷേ ഇത് നമ്മളിതിൻ്റെ ഉള്ളിൽ വന്ന് കളിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫോണിൽ കൂടെ പറഞ്ഞുകൊണ്ട് പറ്റുന്ന കാര്യം നമുക്ക് ഐഡിയ കിട്ടിയത് ഡയറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കുമ്പോൾ 3 ഉസ്താദുമാരും 3 ശൈലിയിലുള്ള കളികൾ നമുക്ക് തരുമ്പോഴുള്ള ഇതുണ്ടല്ലോ, അത് ഏത് മേഖല ആ ഒരു ഇതിൻ്റെ കലയംഗത്തിൻ്റെ അത് കിട്ടിയപ്പോൾ അത് മുഴുവനാക്കിയപ്പോൾ ഒരു സന്തോഷം, വളരെയധികം സന്തോഷം തന്നെ. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് എന്തൊരു അഭിപ്രായവും നമ്മൾ ഫോണിൽ കൂടെ ചെയ്യണത് ഡയറക്റ്റായിട്ട് കളിക്കാൻ വരിക എന്നുള്ളതാണ്. കളിക്കാൻ വരിക, നിങ്ങൾ കളിക്കാൻ പറഞ്ഞയക്കുക. അതിന് പ്രായം നോക്കാൻ പറ്റില്ല. 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് എത്ര പ്രായം, കഴിഞ്ഞ ബാച്ചിലൊക്കെ നമുക്ക് 60 വയസ്സായ ആൾ വരെ നമുക്ക് കളിച്ചിട്ട് നമ്മളെ കൂടെ കളിച്ചിട്ടുണ്ട്. അതേമാതിരി റിട്ടയർഡ് ഉദ്യോഗസ്ഥർ ഇവരൊന്നും നോക്കിക്കുന്നില്ല. അതാണ് ഈ മേഖലയിൽ കടന്നു വരുന്നുണ്ട് ആൾ. നല്ലൊരു ബാച്ച് ഇപ്പോൾ കഴിഞ്ഞ 29-ാം തീയതി അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ബാച്ചായി ഇറങ്ങിയത്. അതുപോലുള്ള ആളുകൾക്ക് ചെറുപ്പം വലുപ്പം നോക്കണ്ട, കടന്നു വരാന്നുള്ളതാണ്. 18 വയസ്സ് മുതലുള്ള ആളുകൾക്ക് അണുപ്പങ്ങൾ ഫസ്റ്റ് ഘട്ടം കോച്ചിങ് കൊടുക്കുന്നത്. ഉസ്താദുമാരൊക്കെ നല്ല സാധനങ്ങൾ അത് നമ്മൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ കിട്ടണം. അപ്പോൾ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തൊട്ടുപുറകിലായിട്ട് ഇപ്പോൾ ഓൾറെഡി ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നത് കൂടെ ഈ കലയംഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ള ഒത്തിരി അറിവ് സമ്പാദിക്കാൻ താല്പര്യപ്പെടുന്ന, അറിവുകൾ തേടി നടക്കുന്നവനായിരിക്കണം മനുഷ്യൻ. മനുഷ്യൻ്റെ മരണം വരെ അവൻ എന്ത് ചെയ്യണം, അറിവുകൾ തേടിക്കൊണ്ടിരിക്കുക. അറിവ് ബഹർ പോലെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കാണണമെങ്കിൽ ഇന്നത്തെ ആധുനിക കാലത്തിൽ നമ്മളൊക്കെ ഒത്തിരി തിരക്കിലാണെന്നറിയാം. ഒരു വലിയ വീടൊന്നും കാണാനുള്ള മാനസികാവസ്ഥയിലല്ല നമ്മളെങ്കിൽ. പക്ഷേ അറിവ് അന്വേഷികൾക്ക് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ മടിയൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ ഞാൻ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലവരെ ബന്ധപ്പെട്ട് ഇത്തരം മേഖലയെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വ്യക്തിപരമായി ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ പേഴ്സണായിട്ട് സംസാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ജനറേഷൻ രക്ഷപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് ആയോധന കലകൾക്ക് ഉണ്ട് എന്നാണ് പറയാം. അപ്പോൾ അത്തരം മേഖലയിലേക്കൊക്കെ കുട്ടികൾ മുതിർന്നവർ കടന്നു വരട്ടെ. അപ്പോൾ താങ്ക് യു. ഓക്കെ.